Hello guys, this is me Sneha and welcome back to our channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് സ്കിൻ കെയർ അതായത് പോസ്റ്റ് മേക്കപ്പ് സ്കിൻ കെയർ റൂട്ടീനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നെ സംരക്ഷിക്കുക എന്നുള്ളത് മിക്ക ആൾക്കാരും മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു പോസ്റ്റ് സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈവൻ ആക്നി പ്രോൺ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഇത് ട്രൈ ചെയ്യാം. സോ ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എൻ്റെ വോയിസ് ഓവർ ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ എല്ലാവരും ആദ്യം തന്നെ ഒന്ന് മുടി കെട്ടി വയ്ക്കുക. ഓക്കെ, നമ്മൾ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് സ്കിൻ കെയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മുടെ സ്കിന്നിൽ പൊട്ട്, ഐലാഷസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേണം നമ്മൾ മേക്കപ്പിൻ്റെ ശരിയായ സ്റ്റെപ്പിലേക്ക് കിടക്കാനായിട്ട്. ഓക്കെ, സോ ഞാൻ ആകെ ചെയ്തിരിക്കുന്നത് ഐബ്രോസും അതുപോലെ തന്നെ മസ്കാര, ലിപ്സ്റ്റിക്കും മാത്രമാണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒന്ന് ക്ലെൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ക്ലെൻസിങ്ങിൽ വരുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് നമ്മൾ മേക്കപ്പ് റിമൂവിങ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്കപ്പ് റിമൂവിങ് ആണ്. ഡയറക്റ്റായിട്ട് വെള്ളം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ മേക്കപ്പ് ഒട്ടും പോകത്തില്ല, നമ്മുടെ സ്കിന്നിന് അത് ഡാമേജും കൂടെ ആക്കും. സോ ദാറ്റ് നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മൈസെല്ല വാട്ടർ അല്ലെങ്കിൽ ഒരു കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഈ മേക്കപ്പ് എൻറ്റയറായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കളയണം. അതിനുശേഷം മുഖം കഴുകി നല്ലൊരു ഫേസ് വാഷ്, നമ്മുടെ സ്കിന്നിന് പറ്റുന്ന നല്ലൊരു ഫേസ് വാഷ് എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിൽഗ്രിമിൻ്റെ ഒരു ഫേസ് വാഷാണ്, ഒരു വൈൻ ഫേസ് വാഷാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. നിങ്ങൾക്കിപ്പോൾ സാധാരണ ഒരു ആക്നെ സ്കിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻ സെൻസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷാണിത്. സോ നിങ്ങൾക്കത് ട്രൈ ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷം നമ്മളൊരു സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നും ഞാൻ നിങ്ങളോട് എല്ലാ പ്രോഡക്റ്റും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിന് പറ്റിയ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് പറ്റുന്ന ചിലപ്പോൾ എനിക്ക് പറ്റില്ലായിരിക്കാം. സോ ദാറ്റ് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലപോലെ നിങ്ങൾ മസാജ് ചെയ്യുക. കാരണം ഈ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ പോഴ്സിലൊക്കെ എവിടെയെങ്കിലും എക്സസൈസായിട്ട് മേക്കപ്പ് പാർട്ടിക്കിൾസ് അടിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ പോകും, നമ്മളെ ഫേസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒരു നല്ലൊരു എക്സ്ഫോളിയേഷൻ കിട്ടും നമ്മുടെ ഫേസിന്. സോ ദാറ്റ് നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മേക്കപ്പ് ചെയ്യണമെങ്കിൽ. അതല്ലാതെ നിങ്ങൾ വീക്ക്ലി വൺസോ ട്വൈസോ മാത്രം നിങ്ങൾ സ്ക്രബ് യൂസ് ചെയ്താൽ മതി. ബട്ട് മേക്കപ്പ് യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി സ്ക്രബ് യൂസ് ചെയ്യണം. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. ഇത് വന്നിട്ട് വൈറ്റമിൻ സിയുടെ ഒരു ക്രീമാണ്. ഇത് സെയിൻ ബൊട്ടാണിക്കയുടെ ഒരു ക്രീമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്രീമാണ്. സോ അത് യൂസ് ചെയ്യണം. ഇപ്പം നിങ്ങൾ രാവിലെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേ ക്രീമോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്താൽ മതി. ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന് പകരം നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ നറിഷിങ് ജെൽ അല്ലെങ്കിൽ ഇതുപോലത്തെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലപോലെ മസാജ് ചെയ്യുക. ഈ മസാജിങ്ങിലാണ് ശരിക്കും കാര്യം. എന്നാൽ മാത്രമാണ് ഇത് കംപ്ലീറ്റ് നമ്മുടെ സ്കിന്നുമായിട്ട് സെറ്റ് ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നുമായിട്ട് തൊട്ടും അങ്ങോട്ട് ചേർന്ന് പോകത്തില്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ ഡെഫിനറ്റ്ലി നല്ലൊരു മസാജിങ് ജെല്ലോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമ്മുടെ സ്കിന്നിന് ശരിക്കും ഒരു കുട്ടിത്തം കിട്ടത്തുള്ളൂ. സോ അതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ ഫൈനൽ വൺ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അണ്ടർ ഐ ക്രീമാണ്, ഒരു ഐ ജെല്ലാണ്. ഇത് ചെയ്തതോടെ നമ്മുടെ ഐക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ഭയങ്കര സൂത്തനിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ മൊബൈലിൽ കളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഐക്ക് എപ്പോഴും മേക്കപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തായാലും ഡെയിലി മസ്കാര അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അതൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സ്റ്റേജ് നമ്മൾ ചെയ്യാമെന്നുള്ളതാണ്. കാരണം നല്ലൊരു നല്ലൊരു ഭയങ്കര ഒരു കാം ആൻഡ് കൂളായിട്ടുള്ളൊരു സംഭവമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ദിസ് ഇസ് മീ സ്നേഹ ആൻഡ് സൈനിങ് ഓഫ്.